എന്താടി പ്രശ്നം? നീ നിലവിളിച്ച് ഞങ്ങളെല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താടി നിനക്ക് എന്താ പറ്റിയേ? നീ എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് പേടിച്ചോ? ഞാനൊരു സ്വപ്നം കണ്ടതാ. നീ എന്ത് സ്വപ്നം കണ്ടത്? പേടിപ്പിന്ന് എന്തോ സ്വപ്നമാണല്ലോ നീ കണ്ടത്. അത് അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ട്. ആരോ വന്ന് എന്നെ വിളിച്ചു. നീ എന്നാ ഞങ്ങളെ വിളിക്കാത്തെ? എടി ഇവള് സ്വപ്നത്തിൽ ആരോ വന്ന് വിളിച്ചത്. എന്നിട്ട് ആരോ നിന്നെ വിളിച്ചിട്ട്? ഞാൻ അവനെ തേടിപ്പോയി. അപ്പോ അലീനെ ഫ്രണ്ട്സ് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് അലീനെ ആരവ് കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്താ വൃന്ദ നീ പറയുന്നത്? ഞാൻ ചെയ്യാത്ത കാര്യമാണല്ലോ നീ വിളിച്ചു പറയുന്നത്. വൃന്ദയുടെ സ്വപ്നത്തിലാണെങ്കിലും ആരോ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. അത് ഞാൻ എന്താ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്? നീ കണ്ടത് സ്വപ്നല്ലേ? ആരവിനെ കുറിച്ച് ഓർത്ത് കിടന്നുകൊണ്ടായിരിക്കും നീ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്. ഞാനും ആരവിന് സ്വപ്നം കണ്ടായിരുന്നു. നീ എന്താ സ്വപ്നം കണ്ടേ? ഇതുപോലെ പേടിപ്പിക്കുന്ന സ്വപ്നമൊന്നും അല്ല. ആരവ് കുറെയേറെ പൂക്കളുമായിട്ട് എന്റെ അടുത്തേക്ക് ഓടിയായിരുന്നു. അങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടത്. ഞാൻ കണ്ടത് ആ സ്വപ്നമൊന്നുമല്ല. നീയും സ്വപ്നം കണ്ടോ? കണ്ടു. അവൻ എന്റെ കണ്ണട എടുത്തോണ്ട് ഓടിപ്പോയി. അതാ ഞങ്ങളുടെ സ്വപ്നം. എന്നാലേ ഞാൻ കണ്ടത് ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടൊരു സ്വപ്ന. അതെന്താ സ്വപ്ന? ഒരു ബോക്സിംഗ് റിംഗ്. അവിടെ ആരവ് പെട്ടെന്നൊരു ബോക്സറായിട്ട് വന്ന് ഒരുത്തിനെ ഇടിച്ചു മലർത്തി. കൊള്ളാലോ. സ്വപ്നത്തില് ഇവരെല്ലാരും കൂടി എന്നെ ഒരു ഹീറോ ആക്കുവാണല്ലോ. നിങ്ങളെല്ലാവരും അവനെ സ്വപ്നം കണ്ടു. ഞാൻ മാത്രം സ്വപ്നം കാണാതിരുന്നേ? ഏത് സമയം ഫുഡിനെ കുറിച്ച് ആലോചിച്ചിരുന്ന നീ എങ്ങനെ ആരവനെ സ്വപ്നം കാണാനാ? പൊടി സോഡാ സോഡാക്കുപ്പി നിന്റെ ഇനി എന്നെ അങ്ങനെ വിളിച്ചോണ്ടോ? എന്റെ സ്വഭാവം കേട്ടോ. എനിക്കത് കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ വിളിക്കും. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ. മേഘേ, നീ അവനെ സ്വപ്നം കണ്ടില്ല എന്ന് വെച്ച് അവനെ നിന്നോട് ഇഷ്ടമില്ലെന്നൊന്നും കരുതണ്ട. വീണ്ടും ഉറങ്ങുമ്പോ നീയും അവനെ സ്വപ്നം കണ്ടോളൂ. നമ്മൾ അവനെ സ്വപ്നം കാണുമ്പോ ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായി ആരോ മാറി. അവൻ ഒഴിഞ്ഞു മാറിപ്പോയാലും അവനുണ്ടാക്കുന്ന വിടവ് പെട്ടെന്നൊന്നും നികത്താൻ നമുക്ക് കഴിയില്ല. അത് ശരിയാ. ഇപ്പോഴും അവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാ. ഒന്നും പറയാതെ അവൻ പെട്ടെന്ന് എങ്ങോട്ടാ പോയെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ലല്ലോ. അവനെ പറ്റി കൂടുതൽ പറഞ്ഞാൽ നമ്മളെല്ലാം മൂഡ് ഓഫ് ആവും. നിങ്ങളെല്ലാരും കിടന്ന് ഉറങ്ങും. ഞാൻ കൂടെ ഉണ്ടായിട്ടും ഇവരെല്ലാരും എന്നെ തേടുകയാണല്ലോ.